സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം കടുപ്പിക്കാനൊരുങ്ങി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, CPO റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചർച്ച പോലുള്ള യാതൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ പ്രതിഷേധം കൂടുതൽ തീവ്രമായ തലങ്ങളിലേക്ക് പോകുന്നത്? അതുല്യ, തീർച്ചയായിട്ടും വലിയൊരു പ്രതിഷേധം ഇങ്ങനെ കാളിക്കത്താനുള്ളത്. കാരണം തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണ്. അതായത് അർഹതയുള്ളവർക്കെല്ലാം ജോലി നൽകി കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജോലി നൽകിയ സാഹചര്യത്തിൽ ഇനി മറ്റുള്ളവർ അതിനുവേണ്ടി ഇരിക്കേണ്ട എന്നുള്ളൊരു നിലപാട് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതായത് കൃത്യമായി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി നൽകേണ്ടവർക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യേണ്ട വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വിശദീകരണം. അതായത് ഇനി പ്രതീക്ഷിക്കേണ്ട സാഹചര്യമില്ല, ഇനി അടുത്ത പരീക്ഷയ്ക്ക് കാത്തിരുന്നാൽ മതി എന്നുള്ള സൂചന ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനി 2 ദിവസം, അതായത് ഇന്ന് കൂടി ചേർത്താൽ 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 19-ാം തീയതി കാലാവധി അവസാനിക്കുന്നതോടെ തന്നെ ഈ ആശമാരുടെ പ്രതീക്ഷ പൂർണ്ണമായും അണയുകയാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായത് ഇനി പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വയം മൃതദേഹമായി കിടന്നുകൊണ്ട് റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധം ഇനിയും എങ്ങനെ തുടരണം എന്നുള്ളൊരു ആശങ്കയിലാണ്. അതായത് ഇനി 2 ദിവസം കൂടി പ്രതിഷേധിച്ചാൽ മാത്രമാണ് ആ ഒരു കാലാവധിക്കുള്ളിൽ നിന്ന് പ്രതിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം എന്നുള്ളൊരു ആവശ്യം എന്തായാലും സർക്കാർ പരിഗണനയിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള വിഷമം ഈ റാങ്ക് ഹോൾഡേഴ്സിനുണ്ട്. അതായത് 2022-ൽ പരീക്ഷയ്ക്കായി പരീക്ഷയ്ക്കായിട്ടുള്ള ഒരു പ്രത്യേകിച്ചുമുള്ള ഒരു സിലബസ് എല്ലാം വന്നു, പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷമാണ് വിജ്ഞാപനത്തിന് ശേഷം 2024 ആയപ്പോഴേക്കും ഇതിന്റെ വിവിധ ഘട്ടങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് ഈ കായികക്ഷമതാ പരിശോധന എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായി അവരുടെ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നു. റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇപ്പോൾ 1 വർഷം പിന്നിടുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നു. ഇനി പ്രതീക്ഷയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടവരാണ് ഏറെ പേരും. മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീണ്ടും അതിൽ തുടരാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പരീക്ഷ ഇനി എഴുതാൻ പറ്റാതെ ഏജ് ഓവറായവരും ഈ കൂട്ടത്തിലുണ്ട്. ഈ പരീക്ഷയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് ജീവിച്ചവരും ഇതിലുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഏതായാലും ഇനി ഈ പ്രതിഷേധം ഇത്രത്തോളം ശക്തമാക്കുമ്പോൾ പോലും അവരുടെ അവസാന നിമിഷത്തെ പ്രതീക്ഷ കൂടി കെട്ടുപോകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശരി വിഷ്ണു, വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ദിവസങ്ങളായി തുടർന്നു വരുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇപ്പോൾ കൂടുതൽ സമര രീതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ട്, ഉദ്യോഗാർത്ഥികൾക്ക് മുകളിൽ റീത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇനി ലിസ്റ്റ് അവസാനിക്കാൻ ഏപ്രിൽ 19 വരെ ആയിരുന്നു ലിസ്റ്റിന്റെ കാലാവധി. അതിൽ അർഹതയുള്ളവർക്ക് മാത്രമാണ് നിയമനം ലഭിക്കുക എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തോടു കൂടി ഒരു ചർച്ചയുണ്ടാവുകയും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷകൾക്കൊക്കെ ഒരു മങ്ങലേറ്റിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത്. പകുതി പേർക്കെങ്കിലും നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം എന്തായാലും കൂടുതൽ കടുത്ത രീതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റെന്തെല്ലാം സമര രീതികളിലേക്കായിരിക്കും പോവുക എന്നതാണ് ഇപ്പോൾ മുന്നിലുള്ള ചോദ്യം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്.